സംസ്ഥാനത്ത് 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം കണ്ടെത്തി. മലപ്പുറം, കൊല്ലം സ്വദേശികൾക്കാണ് രോഗബാധ. മലപ്പുറം താഴേക്കോട് സ്വദേശിയായ 13-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്നലെയാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 10ആയി. തിരുവനന്തപുരം ചികിത്സയിലുള്ള കൊല്ലം സ്വദേശിനിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ശിവദാസ് കന്മനവും ശാലിനിയും ചേരുന്നു. ശാലിനി, വിവരങ്ങൾ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് അടുത്തിടെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒന്ന് മലപ്പുറത്ത് നിന്നാണെങ്കിൽ മറ്റൊന്ന് തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് RCCയിൽ ചികിത്സയിലുള്ള ഒരു രോഗിക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഔദ്യോഗികമായി നമുക്കറിയാൻ സാധിക്കുന്നത്. കൊല്ലം സ്വദേശിയാണ്. ഇയാൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി തിരുവനന്തപുരം RCCയിൽ അർബുദത്തിന് ചികിത്സയിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വ്യക്തിക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ആശങ്കയായി നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ ഇദ്ദേഹവുമായി സമ്പർക്കമുള്ള വ്യക്തികളെ കണ്ടെത്താനും ഒപ്പം തന്നെ ഇത്രയും ദിവസം സമ്പർക്കം നടത്തിയവരെ കണ്ടെത്താനും ഒക്കെയുള്ള പരിശോധനകളൊക്കെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് നടക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുമ്പോൾ യാതൊരു രീതിയിലുള്ള നടപടിയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപവും ആരോപണവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ രോഗം സ്ഥിരീകരിക്കുന്ന കേന്ദ്രങ്ങൾ, ഒപ്പം തന്നെ ഇവരുമായി സമ്പർക്കമുണ്ടായ വ്യക്തികൾ, ഒപ്പം രോഗം സ്ഥിരീകരിച്ച കേന്ദ്രം, ഇതുമായി ബന്ധപ്പെട്ട കുളങ്ങൾ, കെട്ടിക്കിടക്കുന്ന വെള്ളം, ഇതിന്റെയൊക്കെ ഉറവിടം കണ്ടെത്തി അത് നശിപ്പിക്കാനുള്ള നടപടികളടക്കം ആരോഗ്യവകുപ്പ് കൃത്യമായി സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ഈ ഘട്ടത്തിൽ ഉയരുകയും ചെയ്യുന്നത്. ഒരു ഭാഗത്ത് രോഗം കാര്യമായി തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം, ഒപ്പം തന്നെ രോഗവ്യാപനം അതിരൂക്ഷമാകുന്ന പശ്ചാത്തലം. ഇതിനിടയിൽ ഇതിനു വേണ്ടിയിട്ടുള്ള മറ്റ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കാനോ അല്ലെങ്കിൽ രോഗികളെ കൃത്യമായി കണ്ടെത്താനുള്ള നടപടികൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് ഉയരുന്നത്. അതേസമയം തന്നെ രോഗികൾ എത്ര പേർ സംസ്ഥാനത്ത് ചികിത്സയിലുണ്ട്, എത്ര രോഗികൾ മരണപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായ ആരോഗ്യവകുപ്പിന്റെ ഡാഷ്ബോർഡിൽ രേഖപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ കൊറോണയ്ക്ക് സമാനമായ രീതിയിലുള്ള വീഴ്ചകളും ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആശങ്കയോടുകൂടിയാണ് സംസ്ഥാനം ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന രോഗത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കാര്യമായ മരുന്നുകളോ അല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ നടത്താൻ കഴിയാത്ത സാഹചര്യം. ഇതിനിടയിൽ രോഗവ്യാപനം അതിരൂക്ഷമാകുമ്പോൾ ആരോഗ്യവകുപ്പ് കൂടി ഇത്തരത്തിൽ കൈയൊഴിയുന്നൊരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും തലസ്ഥാനത്ത് ഈ അടുത്തിടെ ഇപ്പോൾ 2-ലധികം കേസുകളാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും കൊല്ലം സ്വദേശിക്കാണ് ഔദ്യോഗികമായി ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. RCCയിലാണ് ഈ രോഗി ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. രോഹിണി. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.